ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിൽ ദേവസ്വം വിജിലൻസ് പുറത്തുവിട്ട കണക്കുകളിൽ പൊരുത്തക്കേട്. കണക്കുകളിൽ അവ്യക്തതയുണ്ടെന്ന് അമാൽഗമേഷൻ വിദഗ്ധൻ സെന്തിൽനാഥ് ചൂണ്ടിക്കാട്ടിയിരുന്നു. രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെയും ആകെ സ്വർണമാണോ 1.5 കിലോ എന്ന് ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നില്ല. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചിരിയാണ്. ജിജീഷ്, ഇപ്പോഴും ദേവസ്വം വിജിലൻസ് ഒളിച്ചുകളി തുടരുകയാണ് അല്ലേ? കാരണം കൃത്യമായ ഒരു വ്യക്തമായൊരു ഉത്തരം നൽകാൻ അവരും തയ്യാറാകുന്നില്ല. അത് ആരൊക്കെയോ രക്ഷിക്കാനാണെന്നുള്ള സംശയം തന്നെയാണ് സ്വാഭാവികമായും ശക്തമാകുന്നത് അല്ലേ? തീർച്ചയായും ഇവിടെ ഒരു ഒളിച്ചുകളി വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി തലയുരാനുള്ള ഒരു ശ്രമമാണ് സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം തന്നെ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 98-ൽ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോ സ്വർണ്ണമാണ് പൂശിയതെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലെ സ്ഥിരീകരണം. എന്നാൽ അതിൽ ചില സംശയങ്ങളുണ്ട്. ഇത് 2 ദ്വാരപാലക ശില്പങ്ങളിലുമായിട്ടാണോ ഇത്രയും സ്വർണം പൂശിയത്, അല്ലെങ്കിൽ ഓരോ ദ്വാരപാലക ശില്പത്തിനും സ്വർണം പൂശുന്നതിന് ഇത്രയും സ്വർണം ആവശ്യമായി വന്നു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. വിജയമല്യ ഗ്രൂപ്പ് നൽകിയ കണക്കുകൾ എന്ന് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കണക്കുകളെ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതിലാണ് ഏറ്റവും പ്രധാനമായും ദുരൂഹതകൾ നീളിക്കുകയും ചെയ്യുന്നത്. 2008-ൽ ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ ദ്വാരപാലക ശില്പങ്ങൾക്കും സ്വർണ്ണപ്പാളി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് വിജയമല്യയുടെ UV ഗ്രൂപ്പ്. 1 കിലോ 564 കിലോ സ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചത്. ഒപ്പം തന്നെ ശ്രീകോവിലിനടക്കം ആകെ 30 കിലോയിലധികം സ്വർണം ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണത്തിന്റെ അളവ് എന്തുകൊണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അത് പുറത്തു വിടുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ദുരൂഹമായി മാറിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുന്ന ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് അമാൽഗമേഷൻ വിദഗ്ധരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായപ്പെടുന്നത്. നേരത്തെ തന്നെ അമാൽഗമേഷൻ വിദഗ്ധനായ സെന്തിൽനാഥ്, കാരണം സെന്തിൽനാഥാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയമല്യയ്ക്ക് വേണ്ടി അവിടെ സ്വർണം പൂശിയ മുമ്പ് ജോലി ചെയ്തിരുന്ന ആളുകൾ അതിന്റെ കൃത്യത സംബന്ധിച്ച് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. അന്ന് സെന്തിൽനാഥിനോട് അവിടെ സ്വർണം പൂശുന്ന ജോലികൾ, UV ഗ്രൂപ്പിന് വേണ്ടി സ്വർണം പൂശുന്ന ജോലികൾ ചെയ്തിരുന്ന ചെന്നൈയിലെ ജ്വല്ലറിയുടെ പ്രതിനിധികൾ പറഞ്ഞത് വലിയ തോതിൽ സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അമാൽഗമേഷൻ വിദഗ്ധരുടെ ഒരു കണക്ക് അനുസരിച്ചുകൊണ്ട് പറയുമ്പോൾ 2 കിലോയോളം സ്വർണം ഓരോ ദ്വാരപാലക ശില്പങ്ങളിലും ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഈ കണക്കുകളിലെല്ലാം തന്നെ വലിയ വ്യത്യാസവും അവ്യക്തതയും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ.